അതിന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കവാസാക്കിയുടെ KLX 230, KTMന്റെ Enduro 390, പിന്നെ TVSന്റെ അഡ്വഞ്ചർ, അങ്ങനെ പല മോട്ടോർ സൈക്കിൾ അല്ലെങ്കിൽ പല ബ്രാൻഡുകളും ഫോക്കസ് ചെയ്യുന്നത് അഡ്വഞ്ചർ ആൻഡ് എൻഡ്യൂറോ കാറ്റഗറിയാണ്. ഇന്ത്യയിൽ എൻഡ്യൂറോ കാറ്റഗറിയുടെ അല്ലെങ്കിൽ കാറ്റഗറിക്ക് ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ടാണ് KTM തന്നെ എൻഡ്യൂറോ എന്ന് പറഞ്ഞ കാറ്റഗറി ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ അത്രയും അധികം എല്ലാവരും ഓഫ് റോഡ് സെഗ്മെന്റിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ യമഹ ഇപ്പോഴും ഒരു എന്താ പറയാ ഒരു 3-4 കൊല്ലം ഡിലേ ആയിട്ടാണ് അവിടെ മെമ്മറി വർക്ക് ചെയ്യുന്നത് എനിക്ക് മനസ്സിലായേക്കണേ. ഇനി ഇപ്പോ യമഹ കൊണ്ടുവരേണ്ട മോഡൽ ഏതായിരുന്നു? ഇപ്പൊ ഒരു ഓഫ് റോഡ് ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾ ആയിരുന്നു. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ 155cc ബേസ് ചെയ്തിട്ടുള്ള WR155R എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ ഉണ്ട്. പക്ഷെ WR155ന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഏറ്റവും പുതിയ കോൾ ഓഫ് ദ ബ്ലൂ എന്ന് പറയുന്ന ക്യാമ്പയിന്റെ വീഡിയോയില് WR155നെ കുറിച്ചിട്ട് യാതൊരു സൂചനയും അവർ തന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് WR155 എന്ന് പറയുന്ന മോട്ടോർ സൈക്കിൾ നമുക്ക് തരാനായിട്ടുള്ള ചാൻസ് ഇല്ല എന്നുള്ളതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ യമഹ മോട്ടോർ ഇന്ത്യക്ക് എഫോർഡബിൾ ആയിട്ടുള്ള ലാൻഡർ 150യോ ലാൻഡർ 250യോ ഇന്ത്യയിൽ കൊണ്ടുതരാം. എല്ലാ ബ്രാൻഡും ഓഫ് റോഡ് ആൻഡ് എൻഡ്യൂറോ മോട്ടോർ സൈക്കിൾ ഫോക്കസ് ചെയ്യുമ്പോൾ ഇത്രയും ലെജൻഡറി ആയിട്ടുള്ള ഇത്രയും ലെഗസിയുള്ള ഒരു ബ്രാൻഡ് ഇങ്ങനെ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഡിലേ ആക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലായിട്ടില്ല.